മുനമ്പം സമരക്കാരെ കയ്യേറ്റക്കാരെന്ന് അധിക്ഷേപിച്ച അഖില കേരള വഖഫ് സംരക്ഷണ സമിതി മുനമ്പത്തെ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന ആഹ്വാനം അമുസ്ലിങ്ങൾ ആരും അവിടെ ഭൂമി വാങ്ങിയിട്ടില്ല. സമരത്തിനു പിന്നിൽ റിസോർട്ട് മാഫിയ. 138 പേർ മാത്രമാണ് അവിടെ സാധാരണക്കാരായി ഉള്ളൂവെന്നും അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ അവകാശവാദം. അനഘ ഹർഷൻ ചേർന്ന വിവരങ്ങളുമായി. അനഘ, ഈ സമരങ്ങളൊക്കെ ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുമ്പോഴാണ് അവരുടെ വക ഒരു അവകാശവാദം, ഒരു കണക്ക്, എന്താണ് ഇതിൽ പറയുന്നത്? അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് മുനമ്പത്തെ സമരക്കാരെ കയ്യേറ്റക്കാരെന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരിക്കുകയാണ് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി. മുനമ്പത്തെ ഭൂമി അത് ഏത് വിധേനയും തിരിച്ചു പിടിക്കണമെന്നൊരു ആഹ്വാനം കൂടി അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, മുനമ്പത്തിപ്പോൾ സമരത്തിലിരിക്കുന്ന 600-ലധികം സാധാരണക്കാരായ ജനങ്ങൾ അധിക്ഷേപിച്ചിരിക്കുന്നത്. മാത്രമല്ല, അമുസ്ലിങ്ങൾ ആരും മുനമ്പത്ത് ഭൂമി വാങ്ങിയിട്ടില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. അതായത് ഈ സമരത്തിലിരിക്കുന്ന 600 പേർ, അവർ ആ 600 പേരിൽ ഒറ്റ മുസ്ലിമും ഇല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇന്ന് സമരത്തിലിരിക്കുന്ന 600 പേരിൽ മുസ്ലിമുകളും അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട് എന്നതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി ഉന്നയിക്കുന്ന വാദങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്ന് പറയാൻ സാധിക്കും. മറ്റൊന്ന്, റിസോർട്ട് മാഫിയാണ് ഈ സമരത്തിന് പിന്നിൽ. റിസോർട്ട് മാഫിയാണ് ഈ സമരക്കാരെ ഇളക്കി വിട്ടുകൊണ്ട് ഈ വിഷയം ഈ രീതിയിൽ ആക്കുന്നത് എന്നാണ് ഈ അഖില കേരള വഖഫ് സംരക്ഷണ സമിതി പറയുന്നത്. മാത്രമല്ല, ഈ 600 പേരിൽ 138 പേർ മാത്രമാണ് സാധാരണക്കാരായി ഉള്ളത്. ഇവരുമായി ഏതെങ്കിലും രീതിയിൽ ഒരു ചർച്ച നടത്തും. ഇവർക്ക് ആവശ്യമായ ഒരു സെറ്റിൽമെന്റ് നൽകും. അത് ലാഘവത്തോടു കൂടിയാണ് ഇവർ പറയുന്നത്. അതായത് ഈ സമരത്തിലിരിക്കുന്ന രാപ്പകൽ അതിജീവനത്തിന് വേണ്ടി സ്വന്തം സ്വത്ത്, അതുവരെ അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു സ്വത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടി, അവിടെ നിന്ന് കുടിയിറങ്ങി പോകാതിരിക്കാൻ വേണ്ടി രാപ്പകൽ സമരമിരിക്കുന്ന 600 സാധാരണക്കാരായ ആളുകളുണ്ട്. അവരിൽ 138 പേർ മാത്രമാണ് ഇവിടെ സാധാരണക്കാരായി ഉള്ളത്, പാവങ്ങളായി ഉള്ളത്. അവരെ മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് ഈ അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ ഒരു നിലപാട്. മാത്രമല്ല, ഈ വഖഫ് ഭൂമി തിരിച്ചു പിടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സംഭവമായിട്ട്, മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കൂടി അഖില കേരള വഖഫ് സംരക്ഷണ സമിതി പറയുന്നുണ്ട്. ഇവർ കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ ഫറൂഖ് കോളേജിനെ ഉൾപ്പെടുത്തിയിട്ടില്ല, കേസിൽ കക്ഷി ചേർത്തിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. പക്ഷേ ഇവർ ഇന്ന് പത്രസമ്മേളനം നടത്തിയ സമയത്ത് ഇവർ ഫറൂഖ് കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ പിടിപ്പുകേട് കൊണ്ടാണ് ഈ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോയത് എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് കൊടുക്കുന്ന സമയത്ത് ഇവർ ആദ്യം കൊടുക്കേണ്ടത്, ആ കേസിൽ കക്ഷി ചേർക്കേണ്ടിയിരുന്നത് വഖഫ് കോളേജിനെയാണ്. പക്ഷെ അങ്ങനെ വഖഫ് കോളേജിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസിൽ കക്ഷി ചേർക്കുക പോലും ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഓക്കെ, ശരി. അനഘ ഹർഷൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. സമരക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവകാശവാദം നടത്തിയിരിക്കുന്നത്. 138 പേർ മാത്രമാണ് അവിടെ സാധാരണക്കാരായി ഉള്ളത് എന്നാണ് അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ അവകാശവാദം.